പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവൻ തിരുസഭ ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. സ്വർഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെ ദൈവജനത്തിൻ്റെ മേലെ ചൊരിയപ്പെടുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥനയുടെ അവസാന ദിവസമായ ഇന്നേ ദിവസം 43-ാമത്തെ ദിവസത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ ശുശ്രൂഷ കാണുന്നവരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ, സ്വർഗത്തിൻ്റെ വലിയ തീ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ മേൽ നിറയപ്പെടുന്ന സമയമാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ശക്തമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൽ ദൈവം ഒരു പുതിയ അഭിഷേകം നിങ്ങളുടെ മേൽ വർഷിക്കാൻ വേണ്ടി പോവാണ്. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്താൽ, ഒരു പുത്തൻ അഭിഷേകത്താൽ, ഒരു പുതിയ പെന്തക്കോസ്തയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയ്ക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ വേണ്ടി പോവാണ്. മനം തുറന്ന്, ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം തിരുവചനം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ ഒരു പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. സ്വർഗത്തിന് നമ്മളോട് പറഞ്ഞു തരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, യേശുവിലേക്കുള്ള വഴിയാണ്, നിത്യജീവനിലേക്കുള്ള വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുകയാണ്. വഴിയറിയാതെ ജീവിതത്തിൽ വഴിമുട്ടിപ്പോയവര്, പെരുവഴിയിലായവര്, വഴി വിട്ടുപോയവര്, എല്ലാ മക്കൾക്കും ഒരു പുതിയ വഴി ദൈവം തെളിച്ചു തരുന്ന സമയം. ചെങ്കടലിന്റെ മുൻപിൽ പകച്ചു നിന്നുപോയ ഇസ്രായേൽ ജനത്തിന് സമുദ്രത്തെ രണ്ടായി കീറിമുറിച്ച പാതയൊരുക്കിയ, വഴിയൊരുക്കിയ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമാകുന്ന ഈ ചെങ്കടലിനെ, ഈ തടസ്സത്തെ, ഈ തകർച്ചയെ കർത്താവ് കീറിമുറിച്ച് ആ പ്രതികൂല സാഹചര്യങ്ങളിൽ, ആ പ്രതിസന്ധികളിൽ, നീ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ, ഭാരങ്ങളിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ വഴിയൊരുക്കാൻ വേണ്ടി പോവാണ്. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയങ്ങളിൽ തന്നെ അധികമായ അളവിൽ നമ്മുടെ മേൽ വർഷിക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ തകർക്കാൻ പറ്റാത്ത, ആർക്കും മാറ്റാൻ പറ്റാത്ത വിധം കർത്താവും ഞാനുമായുള്ള ബന്ധത്തിൽ, ആ ഒരു ബന്ധം കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. ആർക്കും വേർപെടുത്താൻ പറ്റാത്ത വിധം. Who will separate us from the love of Jesus Christ? പൗലോസ് പറഞ്ഞതുപോലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുഃഖമോ, ദുരിതമോ, ദാരിദ്ര്യമോ, പട്ടിണിയോ, ആപത്തോ, വാളോ, കാരാഗ്രഹമോ, പീഡനമോ, എന്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ എന്നെ വേർപെടുത്തും? നമുക്ക് പറയാൻ കഴിയണം, ഒന്നിനും കർത്താവേ നിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയാത്ത വിധം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ എൻ്റെ മേൽ അയക്കണമേ. വെൽക്കം ഹോളി സ്പിരിറ്റ് ജീസസ്. ആത്മാവിൻ തീയിൽ കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീയിൽ കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീയിൽ കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീയിൽ കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ പെന്തക്കോസ്ത സകല മക്കളുടെ മേലും നിറയപ്പെടട്ടെ. ഫയർ, ഗ്ലോറി ജീസസ്. ആമേൻ. അഭിഷേകം നിറയട്ടെ.
ഗ്ലോറി ജീസസ്. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഗ്ലോറി. ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ആത്മാവിൻ തീരങ്ങട്ടെ, സ്വർഗീയ തീരങ്ങട്ടെ. ആത്മാവിൻ തീരങ്ങട്ടെ, സ്വർഗീയ തീരങ്ങട്ടെ. യേശുവിൻ വിശ്വാസികളാകാം, ലോകം മുഴുവൻ സാക്ഷ്യമേകാം. യേശുവിൻ വിശ്വാസികളാകാം, ലോകം മുഴുവൻ സാക്ഷ്യമേകാം. ആത്മാവിൻ തീ കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. തീരങ്ങട്ടെ, സ്വർഗ തീരങ്ങട്ടെ, കത്തിപ്പടരട്ടെ, അഗ്നി കത്തിപ്പടരട്ടെ. തീരങ്ങട്ടെ, സ്വർഗ തീരങ്ങട്ടെ, കത്തിപ്പടരട്ടെ, അഗ്നി കത്തിപ്പടരട്ടെ. പെയ്തിറങ്ങട്ടെ, പെരുമഴ പെയ്തിറങ്ങട്ടെ, അഭിഷേക കൊടുങ്കാറ്റിവിടെ ആഞ്ഞു വീശട്ടെ. പെയ്തിറങ്ങട്ടെ, പെരുമഴ പെയ്തിറങ്ങട്ടെ, അഭിഷേക കൊടുങ്കാറ്റിവിടെ ആഞ്ഞു വീശട്ടെ. അഗ്നി അഭിഷേകം, ശക്തി അഭിഷേകം, പുത്തനഭിഷേകം കത്തി ജ്വലിക്കട്ടെ. അഗ്നി അഭിഷേകം, ശക്തി അഭിഷേകം, പുത്തനഭിഷേകം കത്തി ജ്വലിക്കട്ടെ. കൈകൾ ഉയർത്തി അടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവിലും സന്തോഷത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം. യെസ്, എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ഗ്ലോറി ജീസസ്. ആമേൻ. ജീസസ്. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ആമേൻ. ഒരു അഭിഷേകം നിറയട്ടെ. തുള്ളിച്ചാടി. ഹോളി സ്പിരിറ്റ്. ജീസസ്. പത്രോസിനെ പാറയാക്കിയ വിശ്വാസത്തിയെ, പൗലോസിനെ തീയായി മാറ്റിയ മിന്നലോളിയെ. പത്രോസിനെ പാറയാക്കിയ വിശ്വാസത്തിയെ, പൗലോസിനെ തീയായി മാറ്റിയ മിന്നലോളിയെ. പെന്തക്കോസ്ത മാളിക മുകളിൽ തീനാവെന്നതുപോൽ കത്തിപ്പടരും അഗ്നിയായി എന്നിൽ നിറയണമേ. പെന്തക്കോസ്ത മാളിക മുകളിൽ തീനാവെന്നതുപോൽ കത്തിപ്പടരും അഗ്നിയായി എന്നിൽ നിറയണമേ. ആത്മാവിൻ തീ കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തോടെ ജ്വലിക്കട്ടെ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക്. റോമ 12:11 വചനത്തിന്റെ അഭിഷേകത്താൽ, കാലഘട്ടത്തിന്റെ അഭിഷേകത്തെ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കട്ടെ. ഫയർ. ജീസസ്. ഹോളി സ്പിരിറ്റ്. ആമേൻ. പരിശുദ്ധാത്മാവേ, ഏലിയായുടെ മേൽ നിറഞ്ഞ, എലീശയുടെ മേൽ നിറഞ്ഞ അഭിഷേകം. ഏലിയായുടെ ധീരതയായ സ്വർഗീയ തീയേ, എലീശായുടെ തീക്ഷ്ണതയായ സ്വർഗീയ കാറ്റേ. ഏലിയായുടെ ധീരതയായ സ്വർഗീയ തീയേ, എലീശായുടെ തീക്ഷ്ണതയായ സ്വർഗീയ കാറ്റേ. തെയ്യോശാലമേൽ വീശിയ പരിശുദ്ധാത്മാവേ, ശക്തമാം കൊടുങ്കാറ്റായി നീ എന്നിൽ വീശണമേ. സിയോൻശാലമേൽ വീശിയ പരിശുദ്ധാത്മാവേ, ശക്തമാം കൊടുങ്കാറ്റായി നീ എന്നിൽ വീശണമേ. ആത്മാവിൻ തീ ഇന്ന് കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ ഇന്ന് കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. കരങ്ങൾ ഉയർത്തി ആത്മാവിൽ ആരാധിക്കട്ടെ. എല്ലാം മറന്ന്
എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും മാറ്റിവെച്ച് ദൈവം നൽകുന്ന ആനന്ദത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കട്ടെ. കൃപകളും വരങ്ങളും നിറയട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവ മക്കളുടെ മേൽ ദൈവം ചെയ്യട്ടെ. Holy Spirit. ആമേൻ. കർത്താവേ, ദാനിയേലിന്റെ മേൽ നിറഞ്ഞ, ദാവീദിന്റെ മേൽ നിറഞ്ഞ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. Holy Spirit. ദാനിയേലിൽ ശക്തി പകർന്ന പരിശുദ്ധാത്മാവേ, ദാവീദിന്മേൽ വന്നു നിറഞ്ഞ സ്വർഗീയത്തിയേ. ദാനിയേലിൽ ശക്തി പകർന്ന പരിശുദ്ധാത്മാവേ, ദാവീദിന്മേൽ വന്നു നിറഞ്ഞ സ്വർഗീയത്തിയേ. യേശുവിനായി ലോകം മുഴുവൻ സാക്ഷ്യമേകിടുവാ ആത്മാവിൻ വരദാനങ്ങൾ വർഷിച്ചിടണമേ. യേശുവിനായി ലോകം മുഴുവൻ സാക്ഷ്യമേകിടുവാ ആത്മാവിൻ വരദാനങ്ങൾ വർഷിച്ചിടണമേ. ആത്മാവിൻ തീ ഇന്ന് കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ ഇന്ന് കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീരങ്ങട്ടെ. സ്വർഗീയ തീരങ്ങട്ടെ. ആത്മാവിൻ തീരങ്ങട്ടെ. സ്വർഗീയ തീരങ്ങട്ടെ. യേശുവിൻ വിശ്വാസികളാകാൻ ലോകം മുഴുവൻ സാക്ഷ്യമേകാം. യേശുവിൻ വിശ്വാസികളാകാൻ ലോകം മുഴുവൻ സാക്ഷ്യമേകാൻ ആത്മാവിൻ തീ ഇന്ന് കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ ഇന്ന് കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ. തീരങ്ങട്ടെ. സ്വർഗ തീരങ്ങട്ടെ. കത്തിപ്പടരട്ടെ. അഗ്നി കത്തിപ്പടരട്ടെ. തീരങ്ങട്ടെ. സ്വർഗ തീരങ്ങട്ടെ. കത്തിപ്പടരട്ടെ. അഗ്നി കത്തിപ്പടരട്ടെ. പെയ്തിറങ്ങട്ടെ. പെരുമഴ പെയ്തിറങ്ങട്ടെ. അഭിഷേക കൊടുങ്കാറ്റിവിടെ ആഞ്ഞു വീശട്ടെ. പെയ്തിറങ്ങട്ടെ. പെരുമഴ പെയ്തിറങ്ങട്ടെ. അഭിഷേക കൊടുങ്കാറ്റിവിടെ ആഞ്ഞു വീശട്ടെ. അഗ്നി അഭിഷേകം, ശക്തി അഭിഷേകം, പുത്തൻ അഭിഷേകം കത്തിജ്വലിക്കട്ടെ. 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 ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വീശട്ടെ. ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവം സകല മക്കളുടെ മേലും സ്വർഗം തുറന്ന് അപ്പാ അവിടുത്തെ പ്രിയപുത്രൻ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ കാലഘട്ടത്തിൽ കറയറ്റ മക്കളായി ജീവിക്കുവാൻ, വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ, വിശ്വസ്തയോടെ കർത്താവിന്റെ മുൻപിൽ ആയിരിക്കാനുള്ള അഭിഷേകവും ശക്തിയും കൃപകളും വരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം സകല മക്കളുടെ മേൽ പകരപ്പെടട്ടെ. ഫയർ, ആത്മാവിന്റെ തീ കത്തട്ടെ. പരിശുദ്ധാത്മാവേ വീശുക. Holy Spirit, Jesus. ആത്മാവിൻ തീ കത്തിപ്പടരട്ടെ. ആത്മാവിൻ തീ ഇവിടെ കത്തിപ്പടരട്ടെ.
ആത്മാവിൻ തീയിൽ കത്തിപ്പടരട്ടെ, ആത്മാവിൻ തീയിൽ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, പറന്നിറങ്ങണമേ. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ സന്തോഷത്തോടെ അവർ മടങ്ങും. അവിടെ നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. കർത്താവേ, സ്വർഗത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ, സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ അയക്കണമേ. ഈ സമയം തന്നെ ഞങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ സമയം തന്നെ കാണുന്നവരിലേക്ക് ദൈവത്തിൻ്റെ വലിയ ശക്തി, സ്വർഗത്തിൻ്റെ തീ, ഹോളി സ്പിരിറ്റ്, സ്വർഗത്തിൻ്റെ സാന്നിധ്യം നിറയപ്പെടട്ടെ. ഓരോ മക്കളുടെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ തീ, അഭിഷേകം, ഒരു വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ ഈ സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകരണമേ. ന്യൂ അനോയിന്റിങ്, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ പെന്തക്കോസ്ത, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം, നിലനിൽപ്പിൻ്റെ വരത്തിൻ്റെ അഭിഷേകം, ദൈവവിശ്വാസത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ, ദൈവാശ്രയ ബോധത്തിൻ്റെ അഭിഷേകം പൊന്നു കർത്താവേ ഞങ്ങളുടെ മേൽ പകരണമേ. ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ജീസസ്, അധികമായ അളവിൽ കർത്താവേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം പകരണമേ. ഇതുവരെ വെളിപ്പെടാത്തൊരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ അപ്പാ ഞങ്ങളുടെ മേൽ പകരണമേ. ഹോളി സ്പിരിറ്റ് ജീസസ്, ആർക്കും തകർക്കാൻ പറ്റാത്ത അഭിഷേകം, ശത്രുവിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഹോളി സ്പിരിറ്റ്, ആത്മാവേ, ഹോളി സ്പിരിറ്റ് ജീസസ്, ഹോളി സ്പിരിറ്റ്, ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈ പുതിയ പെന്തക്കോസ്തയുടെ ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, പുത്തൻ വചനങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 2013 തിരുവനന്തപുരം മാർത്താണ്ഡതുറ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷൻ്റെ 3-ാം ദിവസം ഒരു യുവാവ് ബ്രദറിനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ അവൻ പറയുന്നുണ്ട്, ബ്രദറിനെ കാണണം, ജെഫിൻ ബ്രദറിനെ കാണണം. 3-ാമത്തെ ദിവസമാണ് അവനെ കാണാൻ കഴിഞ്ഞത്. അവൻ വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് ബ്രദർ, ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നതല്ല, ഞാനിവിടെ ഒളിച്ചിരിക്കാൻ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നതല്ല, ഞാനിവിടെ ഒളിച്ചിരിക്കാൻ വന്നതാണ്. ഇത് കേട്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വാക്ക് കേൾക്കുന്നത്. ധ്യാനം കൂടാൻ വന്നതല്ലേ, എന്തിനാ നീ ഒളിച്ചിരിക്കാൻ ഇവിടെ വന്നത്? അപ്പോൾ അവൻ പറയുകയാണ്, ബ്രദർ, ഞാനൊരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ലീഡറാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് പൈസയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീട്ടിൽ കടന്നു ചെന്നു. പെട്ടെന്ന് ദേഷ്യം കയറിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് ഒരടി ആ ചേച്ചിക്കൊട്ട് കൊടുത്തു. കൊണ്ടത് മർമ്മത്തിലായിരുന്നു. അപ്പോൾ തന്നെ ചേച്ചി പെടഞ്ഞു വീണ് മരിച്ചു. എനിക്ക് മനസ്സിലായി, ഇനി രക്ഷയില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് രക്ഷയില്ല, ഞാൻ സേഫല്ല, എൻ്റെ കൂട്ടുകാരുടെ ഞാൻ സേഫല്ല. അങ്ങനെ ഇരിക്കെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ ധ്യാനത്തിൻ്റെ ബോർഡ് ഞാൻ കാണുന്നത്. എനിക്ക് മനസ്സിലായി, ഒളിച്ചിരിക്കാൻ ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ആരും വരില്ല, ഒരു പോലീസും വരില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൻ ആ ധ്യാനത്തിന് വന്നു. കഴിയുന്നത് വരെ പോലീസ് അവനെ പിടിക്കാൻ വന്നില്ല.
പക്ഷേ അവനെ കർത്താവ് തൊട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ നിറഞ്ഞു. അവൻ വാവിട്ട് നിലവിളിക്കുകയാണ്, ബ്രദർ, ഞാൻ ആഗ്രഹിക്കാതെ ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ് ഈ ധ്യാനത്തിന് വന്നതെങ്കിലും ഈ ധ്യാനം എനിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ദൈവം ഒരുക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കെൻ്റെ ദൈവത്തെ അറിയാൻ കഴിഞ്ഞതിൽ, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ബലപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുക. അവൻ പറയുകയാണ്, ധ്യാനം കഴിഞ്ഞ് ഞാൻ പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. എനിക്കറിയാം, ഒരു പക്ഷേ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷേ ആ ജയിലിൽ കിടന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും, എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കും. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ പൊന്നു മകനായി, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനായി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒളിച്ചിരിക്കാൻ വന്നവനെ പോലും മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് ഇതെങ്ങനെ നിൽക്കും, ഇതെങ്ങനെ മാറും, എൻ്റെ സ്വഭാവം മാറുമോ, എൻ്റെ സംസാര രീതി മാറ്റപ്പെടാൻ കഴിയുമോ, എൻ്റെ ദുശീലങ്ങൾ, ഞാനായിരിക്കുന്ന ചില ബന്ധങ്ങൾ, പാപ സ്വഭാവങ്ങൾ എനിക്ക് മാറ്റാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ഒരു മനുഷ്യനും മാറ്റാൻ കഴിയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനല്ലാതെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയുമ്പോൾ മാറാത്ത നമ്മൾ മാറിത്തുടങ്ങും. മാറ്റമില്ലാത്ത നമുക്ക് മാറ്റം വന്നു തുടങ്ങും. ഇതൊരു പ്രോസസ്സിംഗ് ആണ്, ലൈഫ് ടൈം പ്രോസസ്സിംഗ്. ഒരു വ്യക്തി മരണം വരെ കർത്താവിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ അവൻ മരണം വരെ മാറിക്കൊണ്ടിരിക്കും. അവനെ മരണം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കും. അതാണ് പരിശുദ്ധാത്മാവ്. ഈ പെന്തക്കോസ്ത ദിവസം ലോകം മുഴുവൻ ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം, മരണം വരെ കർത്താവിനും സഭയ്ക്കും വേണ്ടി ജീവിക്കും ഞാൻ ഒരു സാക്ഷിയായി. ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകത്താൽ നമ്മൾ നിറയപ്പെടണം. അപ്പം മരണം വരെ പരിശുദ്ധാത്മാവ് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വചനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാമത്തെ വാക്യം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവർ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ചെറുപ്പമായിരുന്ന സമയം, രണ്ട് പ്രായമായ സമയം. എന്താണ് ഈ ചെറുപ്പവും എന്താണ് ഈ പ്രായമായ സമയവും? ചെറുപ്പകാലമെന്ന് പറഞ്ഞത് ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടം, ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന കാലഘട്ടം, അതാണ് ഈ ചെറുപ്പ കാലഘട്ടം. അവിടെ വചനം കൃത്യമായിട്ട് പറയുകയാണ്, ചെറുപ്പമായിരുന്നപ്പം നീ സ്വയം അരമുറുക്കുകയോ ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. കാരണം അന്ന് നമുക്ക് ദൈവമില്ല, കർത്താവിനോടുള്ള വിശ്വാസമില്ല, കൗദാശിക ജീവിതമില്ല, പ്രാർത്ഥനയില്ല, ദൈവസ്നേഹമില്ല, വിശ്വസ്തതയില്ല, ദൈവവചനമില്ല. അങ്ങനെ കർത്താവിനെ അറിയാതെ നടന്നിരുന്ന ആ ചെറുപ്പ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം പറയാണ്, അന്ന് നീ സ്വയം അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തെന്ന്. ശരിയല്ലേ? നമ്മൾ തന്നെ തീരുമാനം എടുക്കും. പലരും പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ തീരുമാനിക്കും എന്ത് വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കറിയാം. കാരണം എന്താ? സ്വന്തമായി തന്നെ ആശ്രയിക്കുകയാണ്, സ്വന്തമായി തന്നെ അഹങ്കരിക്കുകയാണ്. ഞാനെന്ന ഭാവത്തിൽ അവർ വീണ്ടും വീണ്ടും അഹങ്കരിച്ച് മുന്നേറുകയാണ്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇതുവരെ എത്തിച്ചത് ഞാനല്ലേ? ഇതുവരെ എത്തിച്ച ആരാണ്? ഞാനല്ലേ? ശരിക്കും ആണോ? അല്ല. നമ്മുടെ കഴിവോ നമ്മുടെ കൃപയോ നമ്മുടെ യോഗ്യതയല്ല. ഹല്ലേലൂയ. നമ്മളെ ഇതുവരെ എത്തിച്ചത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ചെറുപ്പമായിരുന്നപ്പോൾ കർത്താവിനെ അറിയാതിരുന്ന അന്ന് നമുക്കത് അറിയില്ലായിരുന്നു. കാരണം നമ്മുടെ കഴിവും നമ്മുടെ ബലവും ശക്തിയും നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ ഉപയോഗിച്ച്, നമ്മുടെ ജോലിയെ സമ്പത്ത് ഉപയോഗിച്ചാണ് നമ്മൾ സകലതും ചെയ്തതെന്ന് അന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം ദൈവമാണ് സകലതും ചെയ്തിരുന്നത്. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാണ്, പ്രായമായപ്പോൾ എന്ന് വെച്ചാൽ ദൈവത്തെ അറിയാതിരുന്ന നമ്മൾ
കർത്താവിൻ്റെ വചനം കേട്ട്, അതൊരു പ്രാർത്ഥന കൂട്ടായ്മയിലൂടെ ആകാം, അല്ലെങ്കിൽ ഒരു ധ്യാനത്തിലൂടെ ആകാം, കൺവെൻഷനിലൂടെ ആകാം, ടെലിവിഷനിലൂടെ ആകാം, യൂട്യൂബിലൂടെയുള്ള വചന ശുശ്രൂഷയിലൂടെ ആകാം, ഏതിലൂടെ ആവട്ടെ, കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ തൊട്ട് നമ്മളെ ദൈവം മാറ്റി വിശ്വാസത്തിലേക്ക് വന്ന സമയം, ചെറുപ്പമായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന് പ്രായമായ അവസ്ഥയിലേക്ക് വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് ദൈവം നമ്മളെ മാറ്റിയ ആ സമയം, ഇവിടെ വചനം പറയുകയാണ്, പ്രായമായപ്പോൾ, ആ സമയം ദൈവത്തിലേക്ക് കടന്നു വന്ന സമയം, പ്രായമായപ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും, നിങ്ങൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അര മുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യം എന്താ പറഞ്ഞത്? ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കി, നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോയി. എന്നാൽ ദൈവത്തെ അറിഞ്ഞപ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടി. നമ്മുടെ രണ്ട് കൈകൾ നമ്മൾ നീട്ടി പിടിക്കാറുണ്ടല്ലേ? കർത്താവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. എന്താ രണ്ട് കൈ ഉയർത്തി? പലരും പറയാറുണ്ട്, എന്തിനാണ് കൈ ഉയർത്തി സ്തുതിക്കുന്നത്? എന്തിനാണ് ഇത്ര ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, വെള്ളത്തിൽ കടലിൽ മുങ്ങി താണു പോകുന്നവൻ കൈ ഉയർത്തുന്നത് എന്തിനു വേണ്ടിയാ? അവൻ ശബ്ദം ഉയർത്തുന്നത് എന്തിനു വേണ്ടിയാ? എന്നെ രക്ഷിക്കണമേ. അവൻ എത്രമാത്രം ശബ്ദമുണ്ടോ അത്രമാത്രം ശബ്ദത്തിൽ തൊണ്ട പൊട്ടി അവൻ വിളിക്കും. കാരണം ദൂരെ കരയ്ക്ക് നിൽക്കുന്നവരോ ദൂരെ വള്ളങ്ങളിൽ പോകുന്ന ആരെങ്കിലും കേട്ട് ഇവൻ്റെ ശബ്ദം കേട്ട് ഇവനെ രക്ഷിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. കാരണം ഇവൻ ആ സമയം നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ കഴിയാതെ തളർന്നു പോയവനാണ് ഇവൻ. അതുകൊണ്ടാണ് ഇവൻ രണ്ട് കൈയും പൊക്കുന്നത്. രണ്ട് കൈയും പൊക്കുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? സറണ്ടർ ചെയ്യുന്നതിൻ്റെ ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, യുദ്ധത്തിനിടയിൽ നമ്മൾ രണ്ട് കൈയും പൊക്കുന്നത് കണ്ടിട്ടുണ്ട്. രണ്ട് കൈയും പൊക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ നിയമം അനുസരിച്ച് ആ വ്യക്തിയെ, ശത്രുവാണെങ്കിൽ പോലും, വെടിവെച്ച് കൊല്ലാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം സറണ്ടർ, ഐ സറണ്ടർ, അതാണ് അതിൻ്റെ അർത്ഥം. രണ്ട് കൈയും പൊക്കുമ്പോൾ നമ്മൾ സറണ്ടർ ചെയ്തു. ഇവിടെ പറയുകയാണ്, പ്രായമായപ്പോൾ, ദൈവത്തെ അറിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനെ നീ നിറഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രായമായപ്പോൾ നീ നിന്റെ കൈകൾ നീട്ടി. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ കൈകൾ നീട്ടി. ഹല്ലേലൂയ. എന്നിട്ട് എന്താ പറയുന്നത്? മറ്റൊരുവൻ, വലിയൊരു അഭിഷേകം, ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയപ്പെടുകയാ. ഹോളി സ്പിരിറ്റ് ജീസസ്, ഹല്ലേലൂയ. പ്രായമായപ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അര മുറുക്കുകയും. മറ്റൊരുവൻ, അതാരാ? പരിശുദ്ധാത്മാവ്. നമ്മുടെ അരമുറുക്ക് എന്ന് പറയുന്നത് എന്താ? ഞാനാണ് സ്വന്തം കാര്യങ്ങൾ ചെയ്തത്, എനിക്കറിയാം, ഞാനാണ് ഇതുവരെ ചെയ്തെങ്കിൽ എനിക്കറിയാം ഇനി എന്ത് ചെയ്യണം. അതാണ് സ്വയം അരമുറുക്കുക. ഇവിടെ പറയുകയാണ്, കർത്താവിനെ അറിഞ്ഞപ്പോൾ പിന്നെ സ്വയം അരമുറുക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ അരമുറുക്കി. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? ഞാൻ ഏത് കോഴ്സ് എടുക്കണം? എൻ്റെ വീട് പണി തുടങ്ങണോ? ഏത് ജോലിക്ക് ഞാൻ പോകണം? ഞാൻ പ്രാർത്ഥിക്കണമോ? എന്താണ് നിന്റെ തീരുമാനം? പ്രൈസ് ദി ലോർഡ്. മറ്റൊരുവൻ നിന്റെ അരമുറുക്കി. അവനോട് ചോദിക്കുക, ഇതാ ബന്ധം വളർന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. അഭിഷേകത്തിൽ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവോട് നമ്മൾ ആലോചന ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? പ്രായമാകുമ്പോൾ നീ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അര മുറുക്കുകയും. അടുത്ത വാക്യം കേട്ടോട്ടോ. പ്രൈസ് ദി ലോർഡ്. നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഏതാണ് ആഗ്രഹിക്കാത്തിടത്തേക്ക്? ഞാൻ വ്യക്തമായിട്ട് പറയാം. കർത്താവിനെ അറിയുന്നതിന് മുന്നേ എത്ര പ്രാവശ്യം നമ്മളെ പലരും ധ്യാനം കൂടാൻ വിളിച്ചു. നമ്മുടെ ഇടവകയിലുള്ള കരിസ്മാറ്റിക് ലീഡേഴ്സ് എത്ര പ്രാവശ്യം പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വിളിച്ചു. നമ്മൾ പോയിട്ടുണ്ടോ? നമ്മൾ ടെലിവിഷനിലൂടെയോ യൂട്യൂബിലൂടെയോ കർത്താവിൻ്റെ വചനം കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം നമുക്കിഷ്ടമില്ലാതിരുന്ന ആ കാര്യം നമ്മൾ ഇന്ന് ഏറെ ഇഷ്ടത്തോടെ ചെയ്യുന്നു. ഒരു കാലത്ത് വചനപ്രഘോഷണവും പ്രാർത്ഥനയും ധ്യാനങ്ങളും കൺവെൻഷനുകളും എന്ന് പറഞ്ഞാൽ വെറുപ്പോടെ, വിരക്തിയോടെ, മടുപ്പോടെ നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ, ആ ചെറുപ്പത്തിൽ നിന്ന് പ്രായമായ അവസ്ഥയിലേക്ക് നമ്മൾ വന്നപ്പോൾ, കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ രണ്ട് കൈകളും നീട്ടിക്കൊടുത്തപ്പോൾ, അവൻ നമ്മുടെ അര മുറുക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇഷ്ടമില്ലാതിരുന്ന ആ കാര്യം, പ്രാർത്ഥന, വചനപ്രഘോഷണം, ധ്യാനം, കൺവെൻഷൻ, ഇപ്പോൾ ഇഷ്ടത്തോടെ മണിക്കൂറുകൾ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ?
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പറന്നിറങ്ങിയത് കൊണ്ടാ. ഹല്ലേലൂയ. പറന്നിറങ്ങിയത് കൊണ്ടാ. ഇതാ ദൈവത്തിൻ്റെ അഭിഷേകം, ഇതാ ദൈവത്തിൻ്റെ അഭിഷേകം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ഉന്നതമായ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുക, സ്വർഗം തന്നുകൊണ്ടിരിക്കുക. ആഗ്രഹിക്കുന്ന മക്കൾ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. Holy Spirit, Rakarashia Rabaruha, Hallelujah, 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 Jesus, Hallelujah. വലിയ അഭിഷേകം കർത്താവ് മണിക്കൂർ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഗ്രഹിക്കുന്ന മക്കളൊക്കെ പ്രാപിച്ചോ, സ്വന്തമാക്കിക്കോ. പ്രൈസ് ദി ലോർഡ്. Hallelujah. Holy Spirit, കണ്ടോ, നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് പലരെയും ധ്യാനത്തിന് വിളിക്കുമ്പോൾ അവർ പറയും, എന്തിനാ ധ്യാനം കൂടിയിട്ട്, എന്തിനാ കുമ്പസാരിച്ചിട്ട്, എന്തിനാ പള്ളിയിൽ പോയിട്ട്, ഈ ദൈവമൊന്നും ഇല്ല എന്നവർ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇവരെന്തായി പറയുന്നത്? പ്രൈസ്. കാരണം അവർ ചെറുപ്പകാലത്തിലാണ്, ദൈവത്തെ അറിയാതിരുന്ന സമയത്തിലാണ്. ഹല്ലേലൂയ. അവരോട് നമ്മൾ വേണം പറഞ്ഞ് അതിൽ നിന്ന് പ്രായമായ അവസ്ഥയിലേക്ക്, അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, പ്രൈസ് ദി ലോർഡ്, ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുവരണം. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മൾ പറയണം, നമ്മുടെ വീട്ടിലുള്ളവരോട് വചനം പറയും. ഇതൊരു അഭിഷേകമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ മേൽ ലഭിക്കുന്ന ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. അതിലൊരു അഭിഷേകമാണ് ആത്മധൈര്യം. ഹല്ലേലൂയ. ആത്മധൈര്യം നമ്മളത് നശിപ്പിച്ചു കളയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം, പരിശുദ്ധാത്മാവേ, വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-39 തിരുവചനം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-39 തിരുവചനം. അവിടെ വചനം പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിലുള്ള വിശ്വാസത്തിൽ, ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന് പോകുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. പക്ഷെ അവിടെ നമുക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുകയില്ല. നമ്മൾ തീർച്ചയായും പിന്മാറും, വീണുപോകും. ഈ കാലഘട്ടത്തിൽ എത്രയോ പേരാ വീണു പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് നിലനിൽക്കണം. എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ മരണം വരെ, എൻ്റെ ആയുസ്സിൻ്റെ അവസാന നാൾ വരെ, അവസാന ശ്വാസം വരെ എൻ്റെ കർത്താവിനെ വിടാതെ മുറുകെ പിടിക്കുവാനുള്ള അഭിഷേകം എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പരിശുദ്ധമ്മ എവിടെയെല്ലാം വന്നിട്ടുണ്ട്, അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധമ്മയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാം? കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ പരിശുദ്ധമ്മ യേശുവിൻ്റെ കൂടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലിത്തൊഴുത്ത് മുതലുള്ള യാത്രയാണ്, അന്നു മുതൽ തുടങ്ങിയ യാത്ര കാൽവരി വരെ അവിടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. അതിനിടയിൽ ഒരു സംഭവം കൂടി നടന്നു. കാനായിൽ 3 കാര്യങ്ങളാണ് പരിശുദ്ധമ്മയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തത് ഇന്ന് നമ്മളോട് പറയുന്നത്. 1 കാലിത്തൊഴുത്ത്, 2 കാനായിലെ കല്യാണ വീട്, 3 കാൽവരിമല. കാലിത്തൊഴുത്തിൽ പരിശുദ്ധമ്മ ഒരിടവും കിട്ടാതെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കൂടെ നിറവയറുമായി ഓരോ വീടും കയറി ഇറങ്ങിയപ്പോഴും അവൾ തളർന്നു പോയില്ല. അവളുടെ വിശ്വാസം വറ്റിപ്പോയില്ല. അവൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. ദൈവത്തോട് പെറുപെറുത്തില്ല. അവൾ വിശ്വസിച്ചു. ആ കാലിത്തൊഴുത്ത്
അവൾ ഒരു അനുഗ്രഹമായി ഏറ്റെടുത്തു. പരിശുദ്ധാത്മാനം നിറഞ്ഞ വ്യക്തികളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാലിത്തൊഴുത്തിൻ്റെ അനുഭവത്തിലും അടിപതറാതെ, തളർന്നു പോകാതെ, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതെ അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം. 2, കാനായിലെ കല്യാണ വീട്ടിൽ നടന്ന യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം. വലിയ ഒരു പ്രതിസന്ധിയിലൂടെ ആ കുടുംബം മുഴുവൻ പോകുമ്പോൾ ആ വീഞ്ഞ് തീർന്നു പോയ കാര്യം അവിടെയുള്ള സകലരും അറിഞ്ഞാൽ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു നാണക്കേട്, ഇതുപോലെ അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ ഇടയില്ല. എന്നാൽ ആ വീട്ടിലെ അവരുടെ വേദന കണ്ടറിഞ്ഞ് അവരുടെ വിഷമത്തിനുള്ള ഉത്തരമായി പരിശുദ്ധമ്മ കർത്താവിനോട് പറഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ആദ്യത്തെ അത്ഭുത പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിന്നു പോകുമ്പോൾ എങ്ങോട്ട് തിരിയണം, ആരോട് ചോദിക്കണം, എവിടെ പോകണമെന്ന് വഴി അറിയാതെ നമ്മൾ വഴിമുട്ടി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തീർന്നുപോയ പലതിനെയും ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് അസാധ്യമായ കാര്യങ്ങളുടെ മേൽ ഞാൻ ആത്മാവിൽ വീണ്ടും പറയുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരോടുമുള്ള ദൈവത്തിൻ്റെ ദൂതാണ്, സ്വർഗത്തിൻ്റെ പ്രവചനമാണിത്. ഒരിക്കലും നടക്കില്ല എന്ന് നിന്നോട് ഈ ലോകത്തിലുള്ള സകലരും പറഞ്ഞാൽ, ഇത് അസാധ്യമാണെന്ന് ഈ ലോകം നിന്നെ നോക്കി പറഞ്ഞ് വിധി എഴുതിയാൽ, നിന്റെ തലേ വരെ ഇതാണെന്ന് നിന്റെ കുടുംബത്തിലുള്ളവർ പോലും പറഞ്ഞാൽ, ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിതത്തിലും തീർന്നു പോയ വീഞ്ഞിനെ വീര്യമുള്ള, ഗുണമുള്ള, മണമുള്ള, നിറമുള്ള വീഞ്ഞാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 3, കാൽവരിയിൽ ഏതൊരമ്മയും കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അമ്മ മാതാവ് അവിടെ നിന്ന് കണ്ടത്. പൊന്നുമകൻ്റെ വസ്ത്രങ്ങളൂരി ഭാരമുള്ള കുരിശ് അവൻ്റെ ചുമലിൽ വെച്ച് ചാട്ടവാറ് കൊണ്ടടിച്ച് മുറിവേൽക്കാത്ത മാംസ കഷണങ്ങൾ പറഞ്ഞു പോവാത്ത ഒരു ഭാഗവും ഇല്ലാതിരിക്കെ ആ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച, കുരിശിൽ തറയ്ക്കുന്ന കാഴ്ച ഒരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. അവിടെ കുരിശിൽ കിടന്ന് തൻ്റെ പൊന്നുമകൻ പിടഞ്ഞ് അവസാനം, പിതാവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന വലിയ ദൂത് ലോകത്തോട് കർത്താവ് പറയുന്നത് കേട്ട് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു കഴിഞ്ഞ് യേശുവിനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി തൻ്റെ മടിയിൽ വ്യാകുലയായ മാതാവ് കിടത്തുമ്പോഴും അവൾ തളർന്നു പോയില്ല, അവൾ പതറിപ്പോയില്ല. കാൽവരിയിലും അവൾ നിന്നു. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നീ ഏൽപ്പിക്കുകയാണെങ്കിൽ നിന്റെ ജനനം മുതൽ മരണം വരെ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. നിന്റെ ജനനമാകുന്ന കാലിത്തൊഴുത്തു മുതൽ നിന്റെ കാനായിയാകുന്ന നിന്റെ ജീവിതാവസ്ഥകളിൽ നിന്റെ മരണമാകുന്ന കാൽവരി വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഫോളോ ചെയ്യും. അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തും, നിന്നെ നടത്തും. നീ ഒരിക്കലും തളർന്നു പോവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറണം, പരിശുദ്ധാത്മാവിനെ നിറയപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും. അവസാനം ഒരു വചനവും കൂടി വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹോളി സ്പിരിറ്റ്. പ്രഭാഷകൻ്റെ പുസ്തകം 24 അധ്യായം. പരിശുദ്ധാത്മാവേ, പ്രഭാഷകൻ്റെ പുസ്തകം 24 അധ്യായം അതിൻ്റെ 30, 31 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 24 അധ്യായം 30, 31 തിരുവചനം. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന വചനഭാഗമാണിത്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുന്നു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഇതാ എൻ്റെ തോട് നദിയായി, നദി സമുദ്രമായി. 3 കാര്യങ്ങളാണ്. 1 തോട്, 2 നദി, 3 സമുദ്രം. ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, തോട് പോലെയുള്ള ഒരു അഭിഷേകമാണ്. നമുക്കറിയാം, തോട്ടിലുള്ള മീനുകൾ വളരെ ചെറുതാണ്. തോടെന്ന് പറയുന്ന അതിൻ്റെ വിസ്തീർണവും അതിൻ്റെ നീളവും വളരെ ചെറുതാണ്. ആ തോടിൽ നിനക്കായിരിക്കാൻ ഉള്ള കൃപ, അഭിഷേകം
നിനക്ക് തരും. ചിലപ്പോൾ നിൻ്റെ കുടുംബത്തിലായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കാം. നിന്നെ ദൈവം അവിടെ നടത്തും. ഒരു തോട്, അതിൻ്റെ അഭിഷേകം ദൈവം നിനക്ക് പകരും. പ്രൈസ് ദി ലോർഡ്. അവിടെയും വിശ്വസ്തയോടെ നീ നിൽക്കുമ്പോൾ തോട് നദിയായി, അതായത് തോട്ടിൽ നിന്ന് നദിയിലേക്കുള്ള ഒരു മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ തോട്ടിൽ നിന്ന് നദിയിലേക്ക് മാറണമെങ്കിൽ എന്താണ് നദിയെന്ന് നമ്മൾ അറിയണം. അനേകം തോടുകളും കാനകളും കനാലകളും അരുവികളും കുളങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒഴുകി വരുന്ന ഇടമാണ് നദി. എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒഴുകി വരുന്ന ഇടമാണ് നദി. ഈ നദിയുടെ വലിപ്പം, നദിയുടെ ആഴം, നദിയുടെ വീതി, നീളം വളരെ വലുതാണ്. ഇപ്പോൾ നമ്മൾ തോട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച അവസ്ഥയല്ല. ഇപ്പോൾ നദിയുടെ മേൽ നിൽക്കാനുള്ള അഭിഷേകം, ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നു. തോട്ടിലുള്ള മീനല്ല നദിയിലുള്ളത്. നദിയിൽ കുറച്ചുകൂടി മുഴുത്ത, വണ്ണമുള്ള, നീളമുള്ള വലിയ മീനുകളുണ്ട്. ഇനി നീ തോട്ടിൽ പിടിച്ചതുപോലെ പിടിക്കാനുള്ളതല്ല. ഇവിടെ നീ കുറേയും കൂടി പ്രാർത്ഥിക്കണം, ശക്തിയോടെ പ്രാർത്ഥിക്കണം. വലിയ മീനുകളെ ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോവാണ്. തോട്ടിൽ നിന്ന് നദിയിലേക്ക് നിൻ്റെ ദൈവം നിന്നെ മാറ്റി. ആ തോട് നദിയായി മാറി. ആ നദിയിലായിരിക്കുന്ന സമയത്തും, നദി എന്താണ് പ്രിയപ്പെട്ടവരെ? കുടുംബത്തിലും പ്രാർത്ഥന കൂട്ടായ്മയിലും വിശ്വസ്തയോടെ നിന്ന നമ്മളെ ദൈവം ഇടവകയിലും മറ്റു പല ദേശങ്ങളിലേക്കും കർത്താവ് അയക്കുന്ന ഒരു അഭിഷേകം. എന്നിട്ട് പറയുകയാണ്, ഇതാ നദി സമുദ്രമായി. എന്താണ് സമുദ്രം? അനേകം നദികൾ, പുഴകൾ എല്ലാം ഒരുമിച്ച് കൂടി അളക്കാൻ പറ്റാത്ത, കണ്ണെത്താ ദൂരം, നോട്ടം പോലും എത്താത്ത വിധം ഒരു വലിയ സമുദ്രം. ആ സമുദ്രത്തിലുള്ള മീനിൻ്റെ വലിപ്പം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആ സമുദ്രത്തിൻ്റെ ആഴവും നീളവും വീതിയും നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമാണ്. ഇതാ നിൻ്റെ തോട് നദിയായി, നദി സമുദ്രമായി. അതായത് ഒരിക്കലും വറ്റാത്ത, ഒരിക്കലും തീരാത്ത, ഒരിക്കലും അളക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരഭിഷേകം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ എൻ്റെ തോട് നദിയായി, നദി സമുദ്രമായി. തോട്ടിലായിരുന്നു നിനക്ക് ആദ്യമേ പ്രാർത്ഥിച്ചു തുടങ്ങിയ നീ, തോട്ടിലായിരുന്നു. ആ അഭിഷേകം നിനക്ക് മതിയായിരുന്നു. അവിടെ പ്രാർത്ഥനയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ ദൈവം അവിടെ നിന്ന് പ്രൊമോഷൻ തന്നു. തോട്ടിൽ നിന്ന് നദിയിലേക്ക് ദൈവം നിന്നെ ഉയർത്തി. അവിടെയും പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, അഭിഷേകത്തോടെ ദൈവസന്നിധിയിൽ നീ നിന്നപ്പോ നിന്റെ നദിയാകുന്ന അഭിഷേകം സമുദ്രമാകുന്ന വിധത്തിൽ ദൈവം ഉയർത്തി. ആർക്കും അളക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത വിധം നീളവും വീതിയും വ്യാപ്തിയും ആഴവും ഉയരവും അളക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ മേൽ ദൈവം ഉന്നതമായൊരു അഭിഷേകം, ഒരു പുതിയ പെന്തക്കോസ്ത, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ആർക്കും തകർക്കാൻ പറ്റാത്ത ശക്തി ദൈവം നമ്മുടെ മേൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ നിറയപ്പെടണം. ഹോളി സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകത്താൽ നമ്മൾ നിറയപ്പെടണം. പ്രഭാഷകന്റെ പുസ്തകം 24-31 വാക്യം. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. നട്ടപ്പെടും പറിച്ചപ്പെടും ഒരു കൊട്ട. അത് ദൈവികമല്ല, അതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്നിടത്ത് നമ്മളെ നിർത്തുന്ന ആത്മാവല്ല. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന ഒരു വ്യക്തി ഉയരങ്ങളിലേക്ക് ഓരോ ചുവട് പടിയും വെക്കുന്നത് പോലെയാണ്, ഓരോ സ്റ്റെപ്പ് കയറുന്നത് പോലെയാണ്. ഓരോ വർഷവും ഓരോ മാസവും ദൈവം അവനെ വളർത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതാ എൻ്റെ തോട് നദിയായി, നദി സമുദ്രമായി. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയുടെ അവസാനത്തെ ദിവസം, പെന്തക്കോസ്ത തിരുനാളിൻ്റെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നുകർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ, ഞങ്ങൾ സമർപ്പിച്ച കാര്യങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് നിൽക്കണം. ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് നിൽക്കണം. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കർത്താവേ. ഈ ലോകം കഴിവില്ലാത്തവരെന്ന് പറഞ്ഞ്, വിലയില്ലാത്തവരെന്ന് പറഞ്ഞ്, നിന്നെ ഒന്നിന് കൊള്ളില്ല എന്ന് പറഞ്ഞ്, നീ ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും
ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ല, ഞങ്ങൾക്ക് വീഴാൻ തകരാൻ മനസ്സില്ല. ഞങ്ങൾക്ക് നിൽക്കണം കർത്താവേ. ശത്രുവിന്റെ കണ്ണിന്റെ മുൻപിൽ ഞങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞ, ഇല്ലാത്തത് പറഞ്ഞ, ഞങ്ങളെ വിധിച്ച, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തികളുടെ മുൻപിൽ കർത്താവേ ആത്മധൈര്യത്തോടെ ആത്മശക്തിയോടെ ഞങ്ങൾക്ക് നിൽക്കണം. കർത്താവേ, നിന്റെ സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ പകരണമേ. ഒരു വലിയ അഭിഷേകം, ഒരു വലിയ അഭിഷേകം കർത്താവ് പകരുകയാ. സ്വീകരിച്ചോ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ തീ കത്തിപ്പടരട്ടെ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ആരാധന. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നിരിക്കുന്ന ഈ അഭിഷേകം നിങ്ങൾ ഒരിക്കലും കളയരുത് കേട്ടോ. ഇതിൽ നിങ്ങൾ ജീവിക്കണം, അഭിഷേകത്തോടെ നിങ്ങൾ നിറയപ്പെടണം. നിങ്ങളുടെ അഭിഷേകം ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണണം, നിങ്ങൾ ചാർജ് ആവണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും, ഫേസ്ബുക്കിലും, ഇൻസ്റ്റാഗ്രാമിലും, സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമിലും പരിചയമുള്ള സകലർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ആത്മാവിലും നിറയപ്പെടണം. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 19-ാം തീയതി കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വാക്ക് വിത്ത് ജീസസ് എന്ന് പറയുന്ന യുവജനങ്ങളുടെ ധ്യാനം തുടങ്ങുകയാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് വരിക എന്ന് പ്രത്യേകം ബ്രദർ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കാൻ. 8ാം ക്ലാസ് അതിന് മുകളിലുള്ള എല്ലാ യുവതി യുവാക്കളെയും ഈ ധ്യാനത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മെയ് 23 മുതൽ 26 വരെ നടക്കുന്ന 19ാമത്തെ ശക്തീകരണ ധ്യാനം, അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദിവസങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. കുടുംബസമേതം നിങ്ങളെ ബ്രദർ സ്വാഗതം ചെയ്യുന്നു. അവിടെ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാം, കർത്താവ് തരുന്ന കൃപകളും വരങ്ങളും സ്വന്തമാക്കാൻ. കുടുംബമായിട്ട് വാഴുന്നേ, വെക്കേഷനല്ലേ, എല്ലാവരും വാ, നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒത്തിരി സന്തോഷം. 43 ദിവസം കർത്താവ് നടത്തി അല്ലേ. സമർപ്പണ പ്രാർത്ഥനയെ ദൈവമാണ് നടത്തിയത്. എല്ലാ മഹത്വവും കർത്താവിനുണ്ടാവട്ടെ. എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, എല്ലാം നീയാണ് തന്നത്, എല്ലാം നീയാണ് ചെയ്തത്. എനിക്കൊരു കഴിവോ യോഗ്യതയോ ശക്തിയോ ഒന്നുമില്ല. കർത്താവ്, എല്ലാ മഹത്വവും നിനക്ക്, എല്ലാ മഹത്വവും നമുക്ക് കർത്താവിന് കൊടുക്കാം. ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തന്നു. അറിയാൻ കഴിഞ്ഞാൽ മെസ്സേജിലൂടെ, ഫോൺ കോളിലൂടെ ഒക്കെ അറിയാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. പ്രിയപ്പെട്ടവരെ, വീണ്ടും പുതിയ ശുശ്രൂഷകളിലൂടെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ കാണും. അതുവരെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക, വിശ്വാസത്തോടായിരിക്കുക. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേലുണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടട്ടെ. നമ്മുടെ സകല ആവശ്യങ്ങളിലും പ്രാർത്ഥനകളിലും കർത്താവ് കൂടെ നടന്ന് നമുക്ക് ആവശ്യമുള്ള സകലതും ദൈവം ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord.